Hi, dear ones. Let's discuss the activities of the lesson The Snake and the Mirror, written by Y.K. Muhammad Bashir. First question: what was the topic that came up for discussion between the doctor and his friends? എന്തൊക്കെയാണ് ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ്റെ സമയത്ത് അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ടോപ്പിക് എന്തായിരുന്നു? എന്തിനെക്കുറിച്ചാണ് അവർ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ: ദ ടോപ്പിക് ഓഫ് ദെയർ ഡിസ്കഷൻ വാസ് സ്നേക്സ്. അവർ പാമ്പുകളെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ എ ഫുൾ ബ്ലഡഡ് കോബ്ര സജസ്റ്റ്? എ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ: ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ കോബ്ര വാസ് വെരി ഹെൽത്തി, യങ് ആൻഡ് വെനമസ്. ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്, ആരോഗ്യമുള്ളതും അതുപോലെ ചെറുപ്പമായിട്ടുള്ളതും വെനമസ് ഉഗ്ര വിഷമുള്ളതുമാണ് എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. വാട്ട് വാസ് ദ സൗണ്ട്? അത് നല്ല പരിചയമുള്ളൊരു സൗണ്ടാണ്. അത് എന്താണ് സൗണ്ട്? ആൻസർ: ദ സൗണ്ട് ക്രിയേറ്റഡ് ബൈ റാറ്റ്സ്. എലികൾ ഉണ്ടാക്കിയ സൗണ്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ: ഇൻ ദോസ് ഡേയ്സ് I was a great admirer of beauty. Pick out phrases and expressions from the story to justify the statement. ഞാൻ ആ പണ്ട് കാലത്ത് നല്ലൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. ഇതിനെ പ്രൂവ് ചെയ്യുന്ന, ഇങ്ങനെ തെളിയിക്കുന്ന ഫ്രേസസും അതിനുള്ള എക്സ്പ്രഷൻസും പറയാനാണ് പറയുന്നത്. ആൻസർ: ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ, ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. ഞാൻ കണ്ണാടിയിൽ നോക്കി ചീർപ്പെടുത്തു, എന്നിട്ട് ചീകി ആ വരയൊക്കെ ക്ലിയർ ആക്കി എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ആൻഡ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ് ദാറ്റ് ദ ഡോക്ടർ ടേക്സ് വൈ ലുക്കിംഗ് ഇൻ ടു ദ മിറർ? എന്ത് പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങളാണ് ഡോക്ടർ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് എടുത്തത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആൻസർ: ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഇസ് ദാറ്റ് ഹി വിൽ ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസാഷ് ടു ലുക്ക് മോർ ഹാൻസം. അദ്ദേഹം എന്നും ഷേവ് ചെയ്യുന്നും അതുപോലെ ഒരു തിന്നായിട്ടുള്ള വീതി കുറഞ്ഞ ഒരു മീശ എന്നും വെക്കും എന്നാണ് പറയുന്നത്. എന്തിനാണ്? ടു ലുക്ക് മോർ ഹാൻസം, നല്ല ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ട്. ദ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ ഇസ് ദാറ്റ് ഹി വിൽ കീപ് ഓൾവേസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. എർത്ത് ഷേക്കിംഗ് ആയിട്ടുള്ള ഡിസിഷൻ എന്താ? വളരെ പ്രധാനപ്പെട്ട വേറൊരു ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പുഞ്ചിരി, മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ളൊരു പുഞ്ചിരി അദ്ദേഹം എപ്പോഴും മുഖത്ത് വരുത്തും എന്നാണ് പറയുന്നത്. Sixth one: again came that noise from above. Did the doctor pay much attention to the noise? Why? വീണ്ടും ആ മുകളിൽ നിന്ന് ആ സൗണ്ട് കേൾക്കുകയാണ്. ഡോക്ടർ അതിനെ ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണ്? ആൻസർ: he knew that it was created by rats and he was familiar with such noise. അദ്ദേഹത്തിന് അറിയാം അത് എലികൾ ഉണ്ടാക്കുന്ന സൗണ്ടാണെന്നും അതുകൊണ്ട് തന്നെയാണ്, ആ വൈ എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസറാണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ ശ്രദ്ധിക്കാതിരുന്നത്. സെവൻത്ത് വൺ: വാട്ട് കൈൻഡ് ഓഫ് എ വുമൻ ഡസ് ദ ഡോക്ടർ വാണ്ട് ടു മാരി? വൈ? ഏത് തരത്തിലുള്ള ഒരു സ്ത്രീയാണ് ഡോക്ടർ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ്? ആൻസർ: ഹി വാണ്ട്സ് ടു മാരി എ റിച്ച് ആൻഡ് ഫാറ്റ് വുമൻ ഡോക്ടർ വിത്ത് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അദ്ദേഹം ഒരു നല്ല റിച്ച് ആയിട്ടുള്ള, പണക്കാരിയായിട്ടുള്ള ഒരു തടിച്ചിട്ടുള്ളൊരു ലേഡി ഡോക്ടറെയാണ് കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അവർക്ക് നല്ല മെഡിക്കൽ പ്രാക്ടീസ് വേണം, നല്ല തിരക്കുള്ളൊരു ഡോക്ടറായിരിക്കണം. If she is fat, she could not catch him when he made any mistake and run away from her. അവർ തടിയുള്ള ആളാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടാൻ പറ്റില്ല. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പിന്നാലെ ഓടിയിട്ട് അദ്ദേഹത്തെ പിടിക്കാൻ കഴിയാത്ത വിധം തടിയുള്ള ആളായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എയ്ത്ത് വൺ: വാട്ട് ഹാപ്പൻ വെൻ ദ ഡോക്ടർ വാസ് സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ? അദ്ദേഹം കസേരയിൽ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ആൻസർ: he heard a dull thud as if a rubber tube had fallen down to the ground. ഒരു ഡള്ളായിട്ടുള്ള, അത് സുഖകരമല്ലാത്തൊരു സൗണ്ട് കേൾക്കുകയാണ്. ഒരു റബ്ബർ ട്യൂബ് നിലത്ത് പതിക്കുന്ന പോലുള്ളൊരു സൗണ്ടാണ് അദ്ദേഹം കേട്ടത്. ഇറ്റ് വാസ് എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ ഹിസ് ഷോൾഡർ. അതൊരു തടിച്ച പാമ്പായിരുന്നു. അത് വളഞ്ഞു പുളഞ്ഞ് ആ കസേരയുടെ കാലിൻ്റെ അത് കൂടെ ചുറ്റി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തോളത്ത് വന്ന് ഇരിക്കുകയാണ് ഉണ്ടായത്. Ninth question: how did the doctor react when the snake landed on him? ആ പാമ്പ് അദ്ദേഹത്തിൻ്റെ മീതെ വന്നിരുന്നപ്പോൾ ഈ ഡോക്ടർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നാണ് ചോദിക്കുന്നത്.
ആൻസർ, ദ ഡോക്ടർ ഡിഡ് നോട്ട് ജംപ്. ഡോക്ടർ ചാടിയില്ല. ഹി ഡിഡ് നോട്ട് ട്രംപിൾ. അദ്ദേഹം വിറച്ചില്ല. ഓർ ഹി ഡിഡ് നോട്ട് ക്രൈ ഔട്ട്. അദ്ദേഹം ഉറക്കെ കരഞ്ഞില്ല. ഹി സാറ്റ് സ്റ്റിൽ. അദ്ദേഹം അതേപോലെ ഇരിക്കുകയാണ്. എങ്ങനെയാണോ ഇരുന്ന് അതേപോലെ തന്നെ ഇരിക്കുകയാണ് ഉണ്ടായത്. 10th question. Why did the doctor sit in the chair like a stone image in the flesh? എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു കല്ലിൽ കൊത്തിവെച്ച പ്രതിമ കണക്കെ ഇരിക്കാൻ കാരണം എന്താണ് കസേരയിൽ മേലെ? ആൻസർ, ദ കോബ്ര കോയിൽഡ് അറൗണ്ട് ഹിസ് ലെഫ്റ്റ് ആം ആൻഡ് സ്റ്റേഡ് ഓൺലി 3 or 4 inches away from his face, spreading its hood. കോബ്ര അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിൽ ചുറ്റി വരിഞ്ഞിട്ട് ഒരു 2, 3, 4 ഇഞ്ച് ദൂരം മാത്രമേ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്നും ദൂരം ഉണ്ടായിരുന്നുള്ളൂ. കോബ്ര അത്ര അടുത്താണ് അത് നിന്നിരുന്നത്. മാത്രമല്ല അത് പത്തിയൊക്കെ വിടർത്തിയിട്ട്, അതായത് സ്പ്രെഡിങ് ഇറ്റ്സ് ഹുഡ്, ഫണമെല്ലാം വിടർത്തിയിട്ടാണ് നിന്നിരുന്നത്. ഇഫ് ഹി മൂഡ്, അദ്ദേഹം അനങ്ങുകയാണെങ്കിൽ ഇറ്റ് വുഡ് സ്ട്രൈക്ക് ഹിം, ആ പാമ്പ് അദ്ദേഹത്തെ കൊത്തുമായിരുന്നു. സോ ഹി സാറ്റ് സ്റ്റിൽ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലഷ്. അതുകൊണ്ടാണ് അദ്ദേഹം ജീവനുള്ളൊരു ശില കണക്കെ അവിടെ ഇരുന്നത്. 11th question. In the story, the snake is compared to 3 objects. What are they? ഈ കഥയിൽ സ്നേക്കിനെ 3 ഒബ്ജക്ട്സ്, 3 സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ആൻസർ, ദ സ്നേക്ക് ഈസ് കമ്പയർഡ് ടു എ റബ്ബർ ട്യൂബ്, എ തിക്ക് ലെഡൻ റോഡ് ആൻഡ് എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. പാമ്പിനെ ഒരു റബ്ബർ ട്യൂബായിട്ടും അതുപോലെ തന്നെ തിക്ക് ലെഡൻ റോഡ്, ഒരു നല്ല തടിയുള്ള നല്ല കനമുള്ള ഒരു ഇരുമ്പ് ദണ്ടായിട്ടും അതുപോലെ തന്നെ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ, നല്ല ഉരുകിയ തീയിൻ്റെ ദണ്ടും കണക്കെയാണ്. ഇതൊക്കെയാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ പാമ്പിനെ ഈ 3 കാരണങ്ങൾ പറഞ്ഞിട്ടാണ് വിശേഷിപ്പിച്ചത്. 12th question. Why did he feel that he was a stupid doctor? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നാൻ കാരണം ഇദ്ദേഹം ഒരു സ്റ്റുപ്പിഡായിട്ടുള്ള, ഒരു വിഡ്ഢിയായിട്ടുള്ള ഡോക്ടറായിട്ട് ഫീൽ ചെയ്യാൻ എന്താണ് കാരണം? ആൻസർ, ദോ ഹി വാസ് എ ഡോക്ടർ, ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി ഹി ഡിഡൻറ്റ് ഹാവ് എനി മെഡിസിൻ ഇൻ ഹിസ് റൂം. അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു മരുന്നും ഉണ്ടായിരുന്നില്ല. ഇഫ് ദ സ്നേക്ക് ഹാഡ് സ്ട്രക്ക് ഹിം ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇപ്പോൾ പാമ്പ് അഥവാ കൊത്തുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. 13th question. I was suddenly a man of flesh and blood. What does the doctor mean by the statement? ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചോരയും നീരുള്ളൊരു മനുഷ്യനായിട്ട് മാറി. ഇതുകൊണ്ട് എന്താണ് ഡോക്ടർ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് അവിടെ അദ്ദേഹം എന്ത് കണക്കാക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്? ആൻസർ, when the snake left him and moved towards the mirror, the doctor got a change to escape. ഈ പാമ്പ് അദ്ദേഹത്തെ വിട്ടിട്ട് ആ കണ്ണാടിയുടെ അടുത്തേക്ക് തിരിഞ്ഞ് പോയപ്പോൾ ഡോക്ടർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ലഭിക്കുകയാണ് അവിടെ ഉണ്ടായത്. ഹി ബിക്കെയിം വിജിലൻറ്റ്. അദ്ദേഹം നല്ല അലേർട്ടായി, അല്ലേ? ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട്. ആൻഡ് ആക്റ്റീവ് ടു മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. ആ ഒരു ചാൻസ് അദ്ദേഹം ഒരു അസുലഭ നിമിഷമായിട്ട് കണക്കാക്കുകയാണ്. ഇങ്ങനെ ഒരു ചാൻസ് അദ്ദേഹത്തിന് കിട്ടാനില്ല, അല്ലേ? പാമ്പ് കൊത്തും എന്നുള്ളൊരു രീതിയിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാനൊരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം ഹി ഡിസൈഡഡ് ടു റൺ ഔട്ട് ഓഫ് ദ റൂം. അദ്ദേഹം ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഓടാൻ തീരുമാനിച്ചു. 14th question. Why did the doctor run to his friend's house? എന്തുകൊണ്ടാണ് അദ്ദേഹം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഓടാൻ കാരണം? ഡിഡ് ദ സ്നേക്ക് ഹാം ദ ഡോക്ടർ? ആ സ്നേക്ക് അദ്ദേഹത്തിനെ എന്തെങ്കിലും ഉപദ്രവിച്ചുവോ? എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം ഓടിയത്? ആൻസർ, ദ ഡോക്ടർ വാസ് അഫ്രെയ്ഡ് ടു സ്റ്റേ അലോൺ ഇൻ ഹിസ് റൂം ആസ് ദ സ്നേക്ക് വാസ് സ്റ്റിൽ ഇൻ ദ ഹൗസ്. അദ്ദേഹത്തിന് ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയായിരുന്നു, കാരണം പാമ്പ് അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. The snake did not harm the doctor because soon its attention was distracted from him to its own reflection in the mirror. എന്താണ് പറയണേ? ആ സ്നേക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. കാരണം എന്താണ്? ആ സ്നേക്കിൻ്റെ അറ്റൻഷൻ, അതിൻ്റെ ശ്രദ്ധ, അതിൻ്റെ സ്വയം പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടു, അല്ലേ? അതിലേക്ക് അതിൻ്റെ ശ്രദ്ധ മാറിപ്പോവാണ് ഉണ്ടായത്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാറിപ്പോവുക, അല്ലേ? അതിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിബിംബത്തിലേക്ക് അത് നോക്കിയിട്ട് അതുവഴി അങ്ങനെ പോവാണ് ചെയ്ത പാമ്പ്. 15th one. The thief had left behind one thing as a final insult. What was the insult? ആ കള്ളൻ എന്നെ അപമാനിക്കാനായിട്ട് അവസാനം ഒരു കാര്യം അവിടെ ബാക്കി വെച്ചിട്ടാണ് പോയത്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ, the thief had not taken the doctor's dirty vest.
ആ കള്ളൻ ഡോക്ടറുടെ അഴുക്ക് പിടിച്ച ഒരു ഇന്നർ ബനിയൻ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചിട്ടാണ് പോയത്. അത് മാത്രം ആ കള്ളൻ എടുത്തിരുന്നില്ല. ഇറ്റ് വാസ് സോ ഡേർട്ടി ദാറ്റ് ഈവൻ എ തീഫ് വാസ് നോട്ട് റെഡി ടു ടച്ച്. അതൊരു കള്ളന് തൊടാൻ പോലും അറപ്പുളവാക്കുന്ന വിധത്തിൽ അത്രയും ഡേർട്ടി ആയിട്ടുള്ള അഴുക്ക് പിടിച്ചതായിരുന്നു. അതായിരുന്നു ഡോക്ടർക്ക് നേരിടേണ്ടി വന്ന അപമാനം. ലെറ്റ്സ് റീവിസിറ്റ് പേജ് നമ്പർ 28. ആക്ടിവിറ്റി 1. Pick out sentences from the story The Snake and the Mirror and complete the table below. സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠഭാഗത്തിൽ നിന്നും സെൻറ്റൻസസ് എടുത്തിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ദീസ് സെൻറ്റൻസസ് ടെൽ യു അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ നരേറ്റർ. സം ഹിൻസ് ആർ ഗിവൺ. ഈ സെൻറ്റൻസസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്ററിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വാസ് എഫ്രൈഡ് ഓഫ് ദ സ്നേക്ക്. പാമ്പിനെ കണ്ട് പേടിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് മനസ്സിൽ എന്തൊക്കെ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. ഐ വാസ് ടേൺഡ് ടു എ സ്റ്റോൺ. ഞാനൊരു കല്ലായിട്ട് മാറി. സെക്കൻഡ് വൺ, ഐ സാറ്റ് ദർ ഹോൾഡിങ് മൈ ബ്രെത്ത്. ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചവിടെ ഇരുന്നു എന്നാണ് പറയണേ. നെക്സ്റ്റ് വൺ, ഐ ട്രൈ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. പിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പുറത്ത് തെളിഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ ശ്രമിച്ചു. ഓ ഗോഡ്, ദൈവമേ എന്ന് ഞാൻ എഴുതാൻ ശ്രമിച്ചു. നെക്സ്റ്റ് വൺ, അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. എൻ്റെ ചെറിയൊരു ചലനം പോലും ആ പാമ്പ് എന്നെ വന്ന് കൊത്തും. നെക്സ്റ്റ് വൺ, ഡെത്ത് ലുക്ക്ഡ് 4 inches away. മരണം എന്നെ 4 ഇഞ്ച് ദൂരത്തിൽ കാത്തു നിൽക്കുകയാണ് എന്നാണ് പറയണത്. നെക്സ്റ്റ് വൺ, സപ്പോസ് ഇറ്റ് സ്ട്രക്ക് വാട്ട് മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. പാമ്പെന്നെ കൊത്തുകയാണെങ്കിൽ ഞാൻ എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? പിന്നെ വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. അത് നേരെ കോൺട്രാസ്റ്റ് ആണ്. ആദ്യം പാമ്പിനെ കാണുമ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും പിന്നെ വരുന്നത് എന്താ, അദ്ദേഹത്തിൻ്റെ രൂപഭംഗി കണ്ടിട്ട് അദ്ദേഹം എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളതുമാണ് പറയുന്നത്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരിച്ചു. ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഞാൻ എൻ്റെ കാഴ്ചയ്ക്ക് എന്നെ നല്ല ഭംഗിയാക്കുന്നതിൽ ഞാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്, ഞാൻ കാഴ്ചയിൽ നല്ല ഭംഗിയാണെന്നാണ് ഞാൻ വിചാരിക്കണേ. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. ഞാൻ ചീർപ്പെടുത്തു, എന്നിട്ട് എൻ്റെ മുടിയിൽ കൂടെ ചീകുകയാണ്. എന്നിട്ടോ എൻ്റെ ആ വകയൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് നല്ല ഭംഗിയാക്കി സ്ട്രെയിറ്റും നീറ്റും ആക്കിയിട്ട് വെക്കുകയാണ്, വൃത്തിയോടുകൂടി വെക്കുകയാണ് മുടിയൊക്കെ ചീകിയിട്ട്. നെക്സ്റ്റ് വൺ, ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഞാൻ കണ്ണാടിയുടെ അടുത്ത് പിടിച്ചിട്ട് എൻ്റെ മുഖം നോക്കുകയാണ്. I decided to shave daily and grow a thin mustache to look more handsome. ഞാൻ എന്നും ഷേവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു മീശ മുഖത്ത് വയ്ക്കും. അതായത് ട്രിമ്മൊക്കെ ചെയ്ത് വെട്ടി ഒതുക്കിയ നല്ല മീശ മുഖത്ത് വെച്ച് നല്ല ഭംഗിയായി മാറും എന്നാണ് പറയുന്നത്. I would always keep the attractive smile on my face to look more handsome. നല്ല ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലൊരു ആകർഷകത്വമുള്ളൊരു പുഞ്ചിരി മുഖത്ത് വരുത്തും എന്നും പറയുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റി 2, ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഫ്രൈറ്റനിങ് ഇൻസിഡൻറ്റ് നറേറ്റഡ് ഇൻ എ ഹ്യൂമറസ് വേ. വാട്ട് മേക്സ് ഇറ്റ് ഹ്യൂമറസ്? ഈ കഥ ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം ഒരു തമാശ രൂപേണയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിനെ ഇത്ര തമാശ ഉളവാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ചോദിക്കണേ. The writer has made use of certain striking contrast in the story to bring about humor. ഈ എഴുത്തുകാരൻ ഒരുപാട് സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 അന്തരങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ ഇതിൽ ഒരു കാര്യം നല്ലതായിരിക്കുമ്പോൾ അതേസമയം മറ്റത് ചീത്തയായിട്ട് അങ്ങനെ കോൺട്രാസ്റ്റുകൾ പറയുന്നുണ്ട്. പിക്ക് ഔട്ട് സച്ച് എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ വാസ്. ഡോക്ടർ എത്തരത്തിലുള്ള ആളായിരുന്നു എന്നുള്ളത് ഫസ്റ്റ് വൺ ആണ്, എ. പിന്നെ അങ്ങനെ അദ്ദേഹം ദ പേഴ്സൺ ഹി വോണ്ട് ടു മാരി. പിന്നെ അദ്ദേഹം എങ്ങനത്തെ ആളെയാണ് മാരി ചെയ്തത് എന്നുള്ളതും അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്നുള്ളതും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള 2 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ വാസ്. ഡോക്ടർ എങ്ങനെയുള്ള ആളായിരുന്നു? ഹി ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് ഹിസ് ഏർണിങ്സ് വർ മീഗർ. അദ്ദേഹം അപ്പം അങ്ങോട്ട് മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലെ, രോഗികളെ നോക്കുന്നത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിസ് ഏർണിങ്സ് വർ മീഗർ, അദ്ദേഹത്തിന് കിട്ടിയിരുന്ന പണം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള സമ്പാദ്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സെക്കൻഡ് വൺ, ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാണ്ടഡ് ടു ബി. അദ്ദേഹത്തിന് എങ്ങനെയുള്ള ആളാകണമെന്നായിരുന്നു ആഗ്രഹം?
He wants to marry a rich woman doctor having good medical practice. Thereby he can become rich. ഒരു നല്ല പണമുള്ളൊരു വുമൺ ഡോക്ടർ, ഒരുപാട് മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു വുമൺ ഡോക്ടറെ കല്യാണം കഴിക്കണം എന്നാണെന്നു ആഗ്രഹം. അതുവഴി അദ്ദേഹത്തിനും റിച്ച് ആവാം. അപ്പോൾ അദ്ദേഹം തീരെ പണമില്ലാത്ത ആളാണ്, അദ്ദേഹത്തിന് പണക്കാരനാവാനുള്ള ഒരു എളുപ്പവഴിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആണ് അല്ലേ. അദ്ദേഹത്തിന് പണമില്ല, പക്ഷേ പണമുള്ള ആളെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. B. The person he wanted to marry a fat woman having no ability to run after him and catch him when he made any mistake. അദ്ദേഹം കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് എങ്ങനെയായിരുന്നു? തടിയുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അതുവഴി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ അവർ ഓടില്ല. The person he actually married, പക്ഷെ കല്യാണം കഴിച്ച ആളെങ്ങനെയായിരുന്നു? He married a thin reedy person with the gift of a sprinter. കഴിച്ച ആളെ എങ്ങനെയാണെച്ചെങ്കിൽ നല്ല മെലിഞ്ഞ വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു ആളായിരുന്നു. ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ, നല്ലൊരു ഓട്ടക്കാരിയുടെ കഴിവുള്ള ഒരാളായിരുന്നു. അത്ര സ്പീഡിൽ ഓടാൻ കഴിയുന്ന ഒരു തടി കുറഞ്ഞ ഒരാളെയാണ് എന്നിട്ട് കല്യാണം കഴിച്ചത്. അപ്പോൾ രണ്ടും നേരെ കോൺട്രാസ്റ്റ് ആണ് അല്ലേ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. സി. ഹിസ് തോട്ട്സ് വെൻ ഹി ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. അദ്ദേഹം കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ? He thanks that he is a handsome young bachelor doctor. അദ്ദേഹം നന്ദി പറയുകയാണ്, അദ്ദേഹം നല്ലൊരു ഭംഗിയുള്ളൊരു കല്യാണം കഴിക്കാത്തൊരു യുവ ഡോക്ടറാണെന്നുള്ളതിൽ. He would shave daily and grow as thin moustache to look more handsome. അദ്ദേഹത്തിന് എന്നും ഷേവ് ചെയ്യും, അതുവഴി നല്ല ഭംഗിയുള്ള ഒരാളായിട്ട് ഇരിക്കുകയും ചെയ്യാം, നല്ല മീശയൊക്കെ ട്രിം ചെയ്ത് വെച്ചിട്ട്. He would always keep an attractive smile on his face. അദ്ദേഹം എപ്പോഴും ഒരു നല്ല രസമുള്ളൊരു പുഞ്ചിരി മുഖത്ത് വരുത്താനും കഴിയും. His thoughts when the snake coiled around his arm. പക്ഷേ ആ കൈത്തണ്ടയിൽ സ്നേക്ക് ചുറ്റിയപ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തായിരുന്നു? ഇതെല്ലാം അദ്ദേഹം മറന്നു അല്ലേ. പിന്നെന്തായി ചിന്ത? He becomes afraid of the snake and asks himself what he could do to escape. അദ്ദേഹം പാമ്പിനെ കണ്ട് വളരെയധികം പേടിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വഴികൾ അദ്ദേഹം ചിന്തിക്കുന്നു. If he moved, the snake would strike him. അപ്പം അദ്ദേഹം എങ്ങനെയാലും നീങ്ങുകയാണെങ്കിലോ പാമ്പ് കൊത്തും. If it struck, what medicine he would take. ഇനി പദവ കൊത്തിയാലോ എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? He thinks he is a poor foolish doctor without having medicine in his room. അദ്ദേഹം സ്വയം ഒരു വിഡ്ഢിയായിട്ടുള്ള ഡോക്ടറായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്താ? ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി അത്യാവശ്യം ഫസ്റ്റ് എയ്ഡിന് വേണ്ട മരുന്ന് പോലും അവിടെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നോക്കൂ. നൗ ബേസ്ഡ് ഓൺ വാട്ട് യു ഹാവ് റിട്ടൺ, പ്രിപ്പയർ എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ദ യൂസ് ഓഫ് കോൺട്രാസ്റ്റ് ഇൻ ദ സ്റ്റോറി ടു ബ്രിങ് ഔട്ട് ദ ഹ്യൂമർ. ഇനി എഴുതുക. ഇത് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയതിന് വെച്ചിട്ട് ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. അദ്ദേഹം എങ്ങനെ കോൺട്രാസ്റ്റുകൾ, രണ്ട് അന്തരംഗമുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് എങ്ങനെയാണ് തമാശ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഷോർട്ട് സ്റ്റോറിയിൽ എന്നാണ് ചോദിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ഹാഡ് യൂസ്ഡ് വെരി ഫണ്ണി ആൻഡ് സിമ്പിൾ വേ ടു എക്സ്പ്രസ് ഹിസ് തോട്ട്സ് ആസ് എ റൈറ്റർ. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വളരെയധികം സിമ്പിളും അതുപോലെ തന്നെ തമാശ രൂപയിലും എളുപ്പമുള്ളതുമായിട്ടുള്ള എഴുത്തായിരുന്നു. His story The Snake and the Mirror tells us the frightening incident happened in the life of a homeopathic doctor in a humorous way. സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി നമ്മുടെ അടുത്തൊരു ഭയാനകമായിട്ടുള്ള ഒരു പാമ്പിൻ്റെ ഒരു കഥയാണ് പറയുന്നത് അല്ലേ. ഹോമിയോപ്പത്തിക് ഡോക്ടറുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. പക്ഷെ അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു തമാശ രൂപേണയാണ്. ദ യൂസ് ഓഫ് കോൺട്രാസ്റ്റ് ഈസ് വെരി ആപ്റ്റ്ലി യൂസ്ഡ് ത്രൂ ഔട്ട് ദ സ്റ്റോറി ടു ക്രിയേറ്റ് കോമിക് സിറ്റുവേഷൻസ്. തമാശയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കോൺട്രാസ്റ്റ് അല്ലേ, രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം തമാശ, ഈ കഥയിലുടനീളം അദ്ദേഹം തമാശ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണ്. ദ പ്രൊട്ടാഗണിസ്റ്റ് homeopathic doctor appeared to be a poor person who recently started his medical practice. ഈ പ്രൊട്ടാഗണിസ്റ്റ്, അതായത് കഥാനായകനായിട്ടുള്ള ഹോമിയോപ്പത്തിക് ഡോക്ടർ ഒരു പാവം ആളാണ് അല്ലേ, പാവപ്പെട്ട ആളാണ്. അദ്ദേഹം റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അദ്ദേഹം ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹി ഡസ് നോട്ട് പ്ലാൻസ് എൻ ഐഡിയ ഓഫ് ഫ്ലറിഷിംഗ് ഇൻ ലൈഫ് ബൈ ഹാർഡ് വർക്ക്. അദ്ദേഹം ഹാർഡ് വർക്ക് കൊണ്ടിട്ട് ജീവിതത്തിലൊരു ഗുണമുണ്ടാകും, അദ്ദേഹം പുരോഗതി കൈവരിക്കാം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. പക്ഷേ ഇൻസ്റ്റെഡ് ഹി വാണ്ട്സ് ടു ബി റിച്ച് ഇൻ ലൈഫ് ബൈ മാരിയിങ് എ റിച്ച് വുമൻ ഡോക്ടർ ഹാവിങ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. പകരം എങ്ങനെ ആവാനാണ്? ഹാർഡ് വർക്ക് ചെയ്തിട്ട്, കഠിനാധ്വാനം ചെയ്തിട്ട് നന്നാവാനുള്ള ഒരു ഉദ്ദേശമല്ല. പകരം എന്താണ്? നല്ല പണക്കാരിയായിട്ടുള്ള ഒരു
വുമൺ ഡോക്ടറിനെ കല്യാണം കഴിക്കാനാണ് ഉദ്ദേശം. ബിസൈഡ്സ് റിച്ച്, പണം ഉണ്ടാവുന്നതിന് പോരാതെ എന്തും കൂടിയും വേണം. അതുകൂടാതെ ഹിസ് വൈഫ് ഷുഡ് ബി ഫാറ്റ്, തടിയുള്ള ആളായിരിക്കണം ഭാര്യ. മാത്രമല്ല സോ ദാറ്റ് ഷീ കുഡ് നോട്ട് കാച്ച് ഹിം ഇൻ കേസ് ഓഫ് എ പോസിബിൾ ഫൈറ്റ് ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുകയെ ഇൻ കേസ് പിന്നാലെ ഓടേണ്ടി വരികയാണെങ്കിൽ തന്നെ തടിയുള്ള ഒരാളാണെങ്കിൽ ഈ ഹോമിയോപ്പത്തിക് ഡോക്ടറിനെ പിടിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഐറണിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിരോധാഭാസം എന്ന് പറയില്ലേ, അങ്ങനെ എന്താണ് സംഭവിച്ചത്? ഹി മാരീസ് എ റീഡി തിൻ വുമൻ വിത്ത് ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. വളരെ മെലിഞ്ഞ ഒരു സ്ത്രീയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അവരെങ്ങനെയായിരുന്നു? നല്ല ഓട്ടക്കാരിയുമായിരുന്നു. ഹി ഈസ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ് ബീയിങ് എ ഹാൻസം ബാച്ചിലർ ഡോക്ടർ. അദ്ദേഹം വളരെയധികം അഭിമാനം കൊണ്ടിരുന്നു, നല്ല സൗന്ദര്യമുള്ള ആളായതിൽ അഭിമാനം ഉണ്ടായിരുന്നു. ഈവൺ ഇൻ ദ നൈറ്റ് ഹി എൻജോയ് സ്പെൻഡിങ് ടൈം ലുക്കിംഗ് ഇൻ ടു എ മിറർ ആൻഡ് പ്ലാനിങ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ് ഓഫ് ഇൻക്രീസിങ് ഹിസ് ബ്യൂട്ടി. രാത്രി ആയിരുന്നിട്ട് കൂടി കണ്ണാടിയിൽ നോക്കിയിട്ട് എങ്ങനെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്നുള്ള തരത്തിലുള്ള കുറേയധികം തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളെല്ലാം അദ്ദേഹം ആ സമയത്ത് കൈക്കൊണ്ടു അല്ലേ. ഹി പ്ലാൻസ് ടു ഷേവ് ഡെയിലി, എന്നും ഷേവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കീപ്പ് എ തിൻ മെസാജ് ആൻഡ് ഓൾവേസ് കീപ്പ് എൻ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ് ഇൻ ഓർഡർ ടു മേക്ക് ഹിംസെൽഫ് മോർ ഹാൻസം. കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മീശയും അതുപോലെ തന്നെ നന്നായിട്ട് പുഞ്ചിരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ബട്ട് ഹിസ് ഡ്രീം എൻഡ്സ് വെരി ഫാസ്റ്റ്ലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം, ആ കിനാവ് വളരെ വേഗം നിൽക്കുകയാണ് അല്ലേ, അവിടെ അവസാനം ഉണ്ടാവുകയാണ്. അൺഎക്സ്പെക്റ്റഡ്ലി, വിചാരിക്കാതെ അപ്രതീക്ഷിതമായിട്ട് എന്താ സംഭവിക്കുന്നത്? എ കോബ്ര ഫോൾസ് ഓൺ ഹിം, ഒരു മൂർഖൻ പാമ്പ് അദ്ദേഹത്തിൻ്റെ മേലേക്ക് വീഴുകയാണ്. ആൻഡ് കോയിൽസ് ഓൺ ഹിസ് ലെഫ്റ്റ് ആം, അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈമേൽ അത് ചുറ്റിപ്പിടിച്ചു. He thought himself to be foolish for not keeping emergency medicines when the snake struck him. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, എൻ്റെ അത്യാവശ്യത്തിനൊരു മരുന്ന് പോലും ഞാനിവിടെ കരുതിയിട്ടില്ല, ഇനിയിപ്പോൾ അഥവാ പാമ്പെന്നെ കൊത്തുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? He earnestly thinks of God in his crucial situation and writes the words, "O God" in his heart wall. അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദൈവത്തിനെ ചിന്തിക്കുകയാണ്. ദൈവമേ, എന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറയാണ്. Then the snake leaves him and moves towards the mirror. അങ്ങനെ പാമ്പ് അദ്ദേഹത്തിന് വിട്ടിട്ട് കണ്ണാടിയിലേക്ക് നോക്കി തിരിഞ്ഞു പോവുകയാണ്. The narrator says humorously that the snake forgets about everything in its own reflection of mesmeric beauty. ഈ പാമ്പിൻ്റെ മായികമായ സൗന്ദര്യത്തിൽ മയങ്ങി പാമ്പ് ഈ ഡോക്ടറെ വിട്ടിട്ട് അതിൻ്റെ പ്രതിബിംബത്തിനെ നോക്കി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണെന്നാണ് ഇവിടെ ഡോക്ടർ തമാശ രൂപേണ പറയുകയാണ്. Thus the tragic story of a poor homeopathic doctor ends in a very humorous way. അപ്പോൾ ഇവിടെ വളരെ ട്രാജിക്കായിട്ടുള്ള അല്ലേ, ദുരന്തമായേക്കാവുന്ന ഒരു കഥ ഇവിടെ എന്തായിട്ട് അവസാനിക്കുകയാണ്? ശുഭ പര്യവസാനം അല്ലേ, നല്ലൊരു തമാശ രൂപേണ ഇതിവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർക്കൊന്നും സംഭവിക്കുന്നില്ല, പാമ്പിനൊന്നും സംഭവിക്കുന്നില്ല. സോ ആക്ടിവിറ്റി 3, ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ഡിഡിൻ ഹാം ദ ഹോമിയോപ്പത്ത്. ഈ കഥയിൽ ഹോമിയോപ്പത്തിനെ ഡോക്ടറൊന്നും ചെയ്യുന്നില്ല, പാമ്പൊന്നും ചെയ്യുന്നില്ല. ദ ഹോമിയോപ്പത്ത് ഇൻ ടേൺ ഡിഡ് നോട്ട് ഹേർട്ട് ഇറ്റ്. ഹോമിയോപ്പതി ഡോക്ടർ തിരിച്ചും ഒന്നും ചെയ്യുന്നില്ല പാമ്പിനെ. കീപ്പിംഗ് ബഷീർ വിഷൻ ഓൺ നേച്ചർ ആൻഡ് ഇറ്റ്സ് ബീയിങ്സ് കമൻറ്റ് ഓൺ ദ സ്റ്റോറി. ഈ കഥയുടെ ഒരു പശ്ചാത്തലം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എങ്ങനത്തെ രീതിയിലുള്ള എഴുത്തുകളാണെന്നും അതുപോലെ തന്നെ അദ്ദേഹം പ്രകൃതിയോട് എങ്ങനെ ഇടപെടുന്നുവെന്നും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ അതെല്ലാം നമുക്ക് തെളിഞ്ഞ് കാണുന്നതെന്നില്ല എല്ലാത്തിനെയും കുറിച്ച് നമ്മളിവിടെ വിസ്തരിച്ച് എഴുതാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എർത്ത് ബിലോങ്സ് ടു ഓൾ ക്രീച്ചേഴ്സ്. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും കൂടി ഉള്ളതാണ്. ബഷീർ വാസ് എ ഹ്യൂമാനിസ്റ്റ് who loved his fellow beings as well as every creature on the earth. ബഷീർ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും അതുപോലെ തന്നെ സഹജീവികളോട് വളരെയധികം കരുണയും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും കേട്ടോ. He is of the view that man is one among the innumerable creatures on the earth and he alone does not have any right to use the resources on the earth. അദ്ദേഹം എന്താണ് കരുതിയിരുന്നത്? ഈ ഭൂമിയിലുള്ള അനേകായിരം ജീവജാലങ്ങളിൽ പെട്ട ഒരാൾ മാത്രമാണ് മനുഷ്യൻ. ബാക്കി എല്ലാവർക്കും തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനുള്ള അതേപോലെ തന്നെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവകാശമുണ്ട് അല്ലേ. ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കും, അതുപോലെ തന്നെ ഭൂമിയിലെ റിസോഴ്സസ് എടുക്കാൻ, റിസോഴ്സസ് പറഞ്ഞാൽ ഇവിടെയുള്ള
ഭൂമിയിലുള്ള വിഭവങ്ങളെല്ലാം എടുക്കാനുള്ളൊരു അവകാശം മറ്റ് ജീവജാലങ്ങൾക്കും മനുഷ്യനുള്ളതുപോലെ തന്നെയുണ്ട്. എവറി ലിവിങ് ബീയിങ് ഓൺ എർത്ത് ഡസ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ടു ലീവ് ആൻഡ് യൂസ് ദ റിസോഴ്സസ്. ഓരോ ജീവജാലങ്ങൾക്കും ഒരുപോലെ ഇത് ഉപയോഗിക്കാനുള്ള അവകാശം കാണുന്നുണ്ട്. ഇൻ ഹിസ് ഷോർട്ട് സ്റ്റോറി ഭൂമിയുടെ അവകാശികൾ, ബഷീർ ടോക്സ് അബൌട്ട് എ സിമ്പിൾ മാൻസ് ആസ്പിറേഷൻസ് ടു അച്ചീവ് പീസ് വിത്ത് നേച്ചർ. ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ബഷീറിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിൽ എന്താണ് പറയുന്നത്? ഒരു സാധാരണക്കാരൻ്റെ ആഗ്രഹങ്ങളാണ് പറയുന്നത്. എങ്ങനെ ഈ നേച്ചറുമായിട്ട്, പ്രകൃതിയുമായിട്ട് നന്നായി ഇണങ്ങി ജീവിക്കുന്ന, ഒരു സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ആളെക്കുറിച്ചാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ, ബഷീർ പ്രസൻറ്റ്സ് ദ കോ എക്സിസ്റ്റൻസ് തിയറി ഹ്യൂമറസ്ലി. ഇവിടെ ബഷീർ ഈ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന കഥയിൽ മനുഷ്യനും അതുപോലെ തന്നെ നേച്ചറും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു കോ എക്സിസ്റ്റൻസ്, അല്ലേ, സഹജീവികളോട് സഹവർത്തിത്വത്തോട് ജീവിക്കുക എന്നുള്ളൊരു തിയറി, അങ്ങനെ ഒരു തിയറി ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരാളില്ലാതെ മറ്റാൾക്ക് ജീവിക്കാൻ കഴിയില്ല, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ് എല്ലാവരും. The doctor's sharing of room with rats and the arrival of the cobra uphold his vision of coexistence. അതായത് ഡോക്ടർ റൂം ഷെയർ ചെയ്യുന്നത് റാറ്റ്സും ആയിട്ടാണ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ കോബ്ര അവിടെ വന്നിട്ട് എല്ലാത്തിനും അവിടെ ഡോക്ടറുടെ വീട്ടിൽ എല്ലാവർക്കും കടന്നു ചെല്ലാനുള്ളൊരു അധികാരം കാണുന്നുണ്ട് ഇവിടെ, അല്ലേ. ഡോക്ടർ അതിനൊന്നും ഒരു പരാതിയില്ലാതെ ജീവിക്കുകയാണ്. ദ ഹോമിയോപ്പത്ത് ആൻഡ് ദ സ്നേക്ക് ഡിഡിൻ ഹേർട്ട് ഈച്ച് അതർ. രണ്ടുപേരും പരസ്പരം ഉപദ്രവിക്കുന്നില്ല, സ്നേക്കും അതുപോലെ തന്നെ ഡോക്ടറും. ബഷീർ വാസ് എ റൈറ്റർ ഹു ടോട്ട് ഹ്യൂമൻസ് എ ലോട്ട് ഓഫ് സീരിയസ് ലെസൺസ് ഓഫ് ലൈഫ് ത്രൂ ഹ്യൂമർ ആൻഡ് സർക്കാസം. ആക്ഷേപഹാസ്യവും അതുപോലെ തന്നെ ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ രൂപേണ നമ്മളെ എന്തെങ്കിലും തരത്തിൽ സൊസൈറ്റീനെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം മനുഷ്യന് ഒരുപാട് ലെസൺസാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ മനുഷ്യനെ ഒരുപാട് അദ്ദേഹം പാഠങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയായിരിക്കണം മനുഷ്യൻ നേച്ചറിനോട് അനുകമ്പയോടുകൂടി ജീവിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കൂടുതലായിട്ട് കളക്ട് സിമിലർ സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം ഷോയിങ് ദ ഹാർമണി ഓഫ് നേച്ചർ. നേച്ചറിനോട് സ്നേഹത്തോട് ജീവിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരുപാട് വേറെയും കൃതികളുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടെത്തി, ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമ്മൾ കണ്ടെത്തി അത് എഴുതാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 2 എക്സാമ്പിൾ തരാം. ഫ്രം ദ ക്രാഡിൽ ഓഫ് നേച്ചർ എന്ന് പറയുന്ന റസ്കിൻ ബോണ്ട്, അല്ലേ. റസ്കിൻ ബോണ്ട് നമ്മൾ ഫസ്റ്റ് അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ പഠിച്ചപ്പോഴും പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് ആണത്. പിന്നെ വരുന്നത് ജംഗിൾ ബുക്ക് എന്താണ്? റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു ആനിമേഷനാണ്, അല്ലേ. ആനിമേഷനും ഉണ്ട്, അതുപോലെ തന്നെ ശരിക്കും മൂവിയായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലായിട്ട് കണ്ടെത്തി എഴുതാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.